പിന്നെ അവിടെ ഉള്ളത് ഹ്യുണ്ടായി വെന്യൂ എൻലൈൻ. ഹ്യുണ്ടായിയുടെ പെർഫോമൻസ് വേർഷൻസിന് പറയുന്നതാണ് എൻലൈൻ. ആൻഡ് എൻലൈൻ ലുക്സ് വെരി ഗുഡ് ഫ്രം എവറി ആംഗിൾ. കാരണം നമ്മൾ ഫ്രണ്ടിൽ നോക്കിയാലും സൈഡിൽ നോക്കിയാലും ആ വെന്യൂവിൻ്റെ നമ്മളൊരു യൂഷ്വലി കണ്ടുവരുന്ന പോലെയല്ല, ഈ റെഡ് സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്പോർട്ടി ഫിനിഷും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് വി ഗെറ്റ് എൻലൈൻ ബാഡ്ജിങ് ഓവർ ഇയർ. നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു പെയിൻറ്റ് സ്കീമാണ് എടുത്ത് പറയേണ്ടത്. വളരെ ഒരു റെയർ ആയിട്ടുള്ളൊരു പെയിൻറ്റ് സ്കീമാണ് എൻലൈനിന് കൊടുത്തേക്കുന്നത്. ആൻഡ് വി ഗെറ്റ് റിയർ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടായി വരുത്തിയിട്ടില്ല. ഓവറോൾ ലുക്കിംഗ് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ട് നോക്കിയാലൊക്കെ വളരെ നല്ലൊരു വരുന്നുള്ളൂ. ആൻഡ് എടുത്ത് പറയേണ്ട വേറെ കാര്യം ഇതിൻ്റെ എക്സോസ്റ്റാണ്. എക്സോസ്റ്റിന് വേണ്ടി കേൾപ്പിച്ചു തരാം. എക്സോസ്റ്റ് നമ്മൾ യൂഷ്വലി വരുന്ന ഇതേ സെയിം വരുന്ന വെന്യൂവിൽ 1 ലിറ്റർ DCT വരുന്നത് നോർമൽ എക്സോസ്റ്റാണ്. ഇതിന് സ്പോർട്ടി എക്സോസ്റ്റാണ്. ലുക്കിൻ്റെ കാര്യത്തിൽ വെന്യൂ എൻലൈൻ ലുക്സ് വെരി ഗുഡ്. നമുക്ക് ഇൻറ്റീരിയേഴ്സിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഇൻറ്റീരിയർ ഫീൽസ് വെരി ഗുഡ്. വെരി ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ഫീൽ എനിക്ക് വരുന്നത്. ആൻഡ് ദ ഗുഡ് തിങ് ഇസ് ദാറ്റ് നമുക്ക് ബോണറ്റിൻ്റെ വിസിബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആൻഡ് നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആസ് ഓൾവേസ് ഉണ്ടായിട്ട് നമുക്ക് ഒരുവിധം എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ സൺറൂഫ് അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ളൊരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഹ്യുണ്ടായിയുടെ വെന്യൂൻ്റെ കീ കാണിച്ചു തരാം. നല്ലൊരു പ്രീമിയം കീ ആണ് നമുക്ക് വരുന്നത്. നമുക്കൊരു ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ കാണാം. ഡ്രൈവ് മോഡ് സെലക്ടറിൽ നമുക്കിവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സ്പോർട്ട് നോർമലൊക്കെ ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ ഡിഫറൻസ് കാണാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിലുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും എൻലൈനിൽ വരുന്നുണ്ട്. ഒരു സ്പോർട്ടി വേരിയൻ്റ് ആണെങ്കിൽ പോലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഉണ്ടായി വരുത്തിയിട്ടില്ല. നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. എനിക്ക് ഈ പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാണാൻ നല്ല രസമുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ ഒരു ഗിയർ ലിവറിൻ്റെ ഈ ഒരു ഡിസൈൻ കണ്ടോ, നമുക്ക് നല്ലൊരു സ്പോർട്ടി വൈബ് തരുന്നൊരു ഗിയർ ലിവറാണ് വരുന്നത്. നമുക്കൊരു ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്, റിഫൈൻഡ് ആണ്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. നമുക്കിവിടെ USB ചാർജിങ് വരുന്നുണ്ട്, Type C ചാർജിങ് വരുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഗ്ലോ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് ആണ്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റ് എങ്ങനെയുണ്ട്? ഹ്യുണ്ടായി വെന്യൂ എൻലൈനിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്. നമുക്കൊരു സ്പേസിൻ്റെ കുറവും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാനൊരു 6 ഫൂട്ടായിട്ട് പോലും എനിക്ക് കംഫർട്ടബിൾ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബ്ലാക്ക് തീം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വൃത്തിയിൽ വണ്ടി സൂക്ഷിക്കാൻ പറ്റും. ചെളിയാവുന്ന ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓവറോൾ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റി, നല്ല രീതിയിലുള്ളൊരു സ്പേസും ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 2 USB-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, AC വെന്റ് വരുന്നുണ്ട്, നല്ല ആംബ്രസ്റ്റ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എൻലൈനിൽ വരും. സോ നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഹ്യുണ്ടായി വെന്യൂ എൻലൈൻ ആണ്. നമുക്ക് എൻലൈൻ ഹ്യുണ്ടായിക്ക് ഇപ്പോൾ 2 വേരിയൻസിനാണ് വരുന്നത്, i20ക്കും പിന്നെ വെന്യൂവിനും. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എൻലൈൻ എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ആണല്ലോ മെയിൻ. ഹൗസ് ദ പവർ നമുക്ക് നോക്കാം. ഗെറ്റ് ഓൺ ദ ഗ്യാസ്. നമുക്ക് 1 ലിറ്റർ 120 PS ഓഫ് പവർ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ആൻഡ് പവറിലുപരി ഇതിൻ്റെ ഒരു ബോഡി കൺട്രോളും ഹാൻഡ്ലിംഗ് ആണ് മെയിൻ. കാരണം എൻലൈൻസ് ആർ മെയ്ഡ് ഫോർ ഡ്രൈവിംഗ് ഫൺ. നമുക്ക് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുഷ് ബാക്ക് ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റ്സ് ആർ വെരി സ്മൂത്ത്. നമുക്ക് പിന്നെ സ്പോർട്ട് മോഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സ്പോർട്ട് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെയുള്ള ഒരു ഇതിൻ്റെ ഒക്കെ ഈ ഡിസൈൻ മാറും. പിന്നെ നമുക്ക് ഒന്നുകൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഹാപ്പൻ ചെയ്യും. 120 PS ആൻഡ് 172 Nm ഓഫ് ടോക്കാണ്. പിന്നെ ബ്രേക്കിംഗ് കാര്യം എടുത്ത് പറയേണ്ടതാണ്. കാരണം 4 വീൽ ഡിസ്ക് ബ്രേക്ക് ആണ്. ആൻഡ് നമുക്ക് പിന്നെ മാനുവൽ മോഡ് വരുന്നുണ്ട്, പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് ആർ വെരി ക്യൂക്ക്. നമ്മൾ ജസ്റ്റ് ഒന്ന് പാഡൽ ഷിഫ്റ്റ് തൊടലും ഗിയേഴ്സ് ചേഞ്ച് ചെയ്യും. ഇതൊരു DCT ഗിയർ ബോക്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൻ്റെ ഹാൻഡ്ലിംഗ്, ആ ഒരു ബോഡി കൺട്രോളാണ്. പിന്നെ പെർഫോമൻസ് ഇസ് വെരി ഗുഡ്. ഇതൊരു 3 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിലും ഒരു രീതിയിലുള്ള റിഫൈൻമെൻറ്റിൻ്റെ ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഡ്രൈവിംഗ് പൊസിഷൻ ഇസ് വെരി ഗുഡ്. നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷനാണ്. സ്റ്റിയറിംഗ് നമുക്ക് എൻലൈൻ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഹാർഡറാണ്. കാരണം നമുക്കൊരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിയറിംഗിൽ ട്യൂണിങ് കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഓവറോൾ ലുക്കിംഗ് എൻലൈൻ ഫീൽസ് വെരി നാച്ചുറൽ ടു ഡ്രൈവ്. നമ്മൾ സിറ്റീസിൽ ഓടിക്കുമ്പോൾ ആ ഒരു ഓവർ പെർഫോമൻസിൻ്റെ ഹൈപ്പ് ഒന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. പിന്നെ എക്സോസ്റ്റ് നോട്ട് നമുക്ക് പുറത്തുനിന്നാണ് ക്ലിയർ ആയിട്ട് കേൾക്കുക. ഇന്റീരിയറിലേക്ക് നമുക്ക് എന്നാലും കേൾക്കാം. നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എക്സോസ്റ്റ് നോട്ട് വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ട് അറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അത്യാവശ്യം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് കാര്യം എനിക്ക് വീണ്ടും എടുത്ത് പറയണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു നമുക്ക് പുതിയ വരുന്ന എൻലൈനിന് വെന്യൂ എൻലൈനിൽ നമുക്ക് ലെവൽ 1 ADAS സിസ്റ്റം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി വൈസും ഹ്യുണ്ടായി എത്ര ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ അതൊരു സേഫ്റ്റിയും അതുപോലെ തന്നെ പെർഫോമൻസും ഒരുപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. പാഡൽ ഷിഫ്റ്റിനെ അപ്പോൾ 2nd ഗിയറിലാണ്, 3rd, 4th ഭയങ്കര ക്വിക്കാണ്. ഗിയർ ഷിഫ്റ്റ്സ് വെരി ക്വിക്ക്. നമുക്ക് ഈ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്പോർട്സ് കാർ പെർഫോമൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. നമുക്ക് അത്യാവശ്യം ലോങ് ഡ്രൈവിലൊക്കെ ഒരു 15-16 ഒക്കെ നമുക്കൊരു കസ്റ്റമേഴ്സിന് കിട്ടിയതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് i20 എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അവനൊരു 15-16 ഒക്കെ
കിട്ടുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ എഫിഷ്യൻസി വൈസും പെർഫോമൻസ് വൈസും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഫണ്ണിലെ കാര്യത്തിലും ഈ ഒരു കാറ്റഗറിയിൽ ഐ തിങ്ക് വെന്യൂ എൻലൈൻ ഇസ് ദ ബെസ്റ്റ്. കാരണം ഇപ്പോൾ നോർമൽ എൻലൈനിന് നോർമൽ വെന്യൂ 1 ലിറ്റർ DC അവൈലബിൾ ആണ്. അതിന് ഏകദേശം 75,000 ഡിഫറൻസ് ആണ് നമുക്ക് എൻലൈനിലേക്ക് വരുമ്പോൾ. അത് എൻലൈനിലേക്ക് മാറുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒരു പ്രൊനൗൺസ്ഡ് ആണ്. ആൻഡ് ഓൾസോ ഡിസൈനിൻ്റെ എലമെന്റ്സിൽ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. നോർമൽ വെന്യൂ പെട്രോൾ DCTയിലും എൻലൈനും പവർ ഫിഗേഴ്സും ടോർക്ക് ഫിഗേഴ്സും സെയിം ആണ്. പക്ഷേ ആ പവറും ടോർക്കും കൂട്ടുന്നതിനേക്കാൾ ഉപരി ആസ്തറ്റിക്കലായ കുറേ ചേഞ്ചസ് ആണ് ഹ്യുണ്ടായി വെന്യൂ എൻലൈന് വരുത്തിയിരിക്കുന്നത്. സോ ഓവറോൾ ഐ ഫീൽ വെരി ഗ്ലാഡ് ടു ഡ്രൈവ് ദിസ് എൻലൈൻ. കാരണം നല്ല രീതിയിലുള്ള ഫൺ ഫാക്ടർ ഉള്ളൊരു വണ്ടിയാണ്. നമ്മൾ ഗെറ്റ് ഓൺ ദ ഗ്യാസ് ആൻഡ് നമുക്കത് ശരിക്കും ഒരു പുഷ് ബാക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഫൺ ഫാക്ടറാണത്. സോ ഈ ഒരു കാറ്റഗറിയിൽ ഡ്രൈവേഴ്സ് ഓറിയൻറ്റഡ് ആയാലും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി നോക്കുന്നവർക്ക് വെന്യൂ എൻലൈൻ ഇസ് എ പെർഫെക്റ്റ് ചോയ്സ്. സോ ഈ ഒരു ലെവൽ 1 ADAS ആണ് നമുക്കിങ്ങനെ സംസാരിക്കുന്നത്. ചിൽഡ്രൻ ക്രോസിംഗ് ഹെഡ് എന്നൊക്കെ നമുക്കിങ്ങനെ വാർണിംഗ് തരും. സോ ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ്. സോ ദാറ്റ്സ് മൈ റിവ്യൂ അബൌട്ട് വെന്യൂ എൻലൈൻ. അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.